കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ആദ്യമായി തെരുവിലിറങ്ങി കോക്രോച്ച് ജനതാ പാർട്ടി. സ്ഥാപക പ്രസിഡന്റ് അഭിജിത്ത് ദീപ്കയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിലായിരുന്നു പ്രതിഷേധം. വിവിധയിടങ്ങളിൽ നിന്നായി 1000-ലധികം പേർ സമരത്തിൽ അണിചേർന്നു. രാജി ആവശ്യപ്പെട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും പ്രതിഷേധത്തിന് കോക്രോച്ച് ജനതാ പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അനേകായിരം സമരം കണ്ട ജന്തർ മന്ദർ ഇന്ന് മറ്റൊരു സമരത്തിനു കൂടി സാക്ഷിയായി. കഴിഞ്ഞ മാസം 17-ന് ആരംഭിച്ച സാമൂഹിക മാധ്യമങ്ങളിലൂടെ വലിയ സ്വീകാര്യത നേടിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യ പരസ്യ പ്രതിഷേധത്തിന് കോക്രോച്ച് മുഖംമൂടി ധരിച്ചും കോക്രോച്ച് ടീഷർട്ട് അണിഞ്ഞും അംബേദ്കർ ചിത്രം കയ്യിലേന്തിയും പുസ്തകങ്ങളും പൂക്കളും പ്ലക്കാർഡുകളുമായും യുവാക്കളും വിദ്യാർത്ഥികളും ജന്തർ മന്ദറിൽ ഒത്തുകൂടി. എല്ലാവർക്കും ഒരേ ആവശ്യം, ഒരേ മുദ്രാവാക്യം. വിദ്യാഭ്യാസ മേഖലയിൽ നിരന്തരം ആവർത്തിക്കുന്ന വീഴ്ചകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. വൈകിട്ട് 3:30-യോടെ സമരം അവസാനിപ്പിച്ചെങ്കിലും മന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധം തുടരാനാണ് CJPയുടെ തീരുമാനം. അടുത്ത ശനിയാഴ്ച വീണ്ടും പ്രതിഷേധം സംഘടിപ്പിക്കും. നമ്മൾ ആ തമാശയെ വിപ്ലവമാക്കി മാറ്റിയതായി കോക്രോച്ച് ജനതാ പാർട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു. രാവിലെ 7:30-യോടെയാണ് അമേരിക്കയിൽ നിന്ന് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. 1.25 മണിക്കൂർ വിമാനത്താവളത്തിൽ തുടരേണ്ടി വന്നെങ്കിലും പോലീസ് അനുമതി ലഭിച്ചതോടെ നേരെ ജന്തർ മന്ദറിലെത്തി സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. വൈകിട്ട് പ്രതിഷേധം അവസാനിക്കുമ്പോൾ കൊടും ചൂടിനെ അവഗണിച്ചും കൂടുതൽ ആളുകൾ ആവേശത്തിൽ അണിചേരുന്നതിനാണ് ജന്തർ മന്ദർ സാക്ഷിയായത്. CPI നേതാവ് ആനി രാജ, SFI നേതാവ് ഐഷേ ഘോഷ്, പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് തുടങ്ങി വിവിധ സംഘടനാ നേതാക്കളും പിന്തുണയറിയിച്ച് സമരവേദിയിലെത്തി. ഇതിനിടെ CJPയുടെ പ്രതിഷേധത്തിന് സമാന്തരമായി ഹിന്ദുത്വ സംഘടനകളുടെ സമരവും ജന്തർ മന്ദറിൽ നടന്നു. CJP ദേശവിരോധികളെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. CPI നേതാവ് ആനി രാജയ്ക്ക് നേരെയും ഇതിനിടെ കയ്യേറ്റമുണ്ടായി. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പാറ്റകളെ കൊല്ലുന്ന ഹിറ്റ് സ്പ്രേയുമായി സമരവേദിയിലെത്തിയ ഡൽഹി സ്വദേശിയെയും പോലീസ് നീക്കം ചെയ്തു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.